മോളുടെ ഇയർ പിയേഴ്സിംഗ് ഫംഗ്ഷന്റെ ഫുൾ വീഡിയോ ആണ് ഇത്. ഞാൻ ഇതിൽ എല്ലാ വീഡിയോസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു റോ വീഡിയോ ആയിരിക്കും. ലൈക്ക് വീഡിയോയിൽ ഓൺ വോയിസ് ഇതിലുണ്ടാവും, എൻ്റെ വോയിസ് ഓവറും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും വീഡിയോയുടെ ലാസ്റ്റ് വരെ ഒന്ന് കാണാൻ നോക്കണേ. കടുക്കുത്താൻ നേരം ഫോട്ടോ എടുക്കാൻ നേരം കുപ്പായം കുപ്പായം കൊണ്ടുവന്ന സു കൊണ്ടു വന്നിട്ടുണ്ട്. ആണോ? എന്തിനാ കുപ്പായം എന്തിനാ കൊണ്ടുവന്നേ? എന്തിനാ കുപ്പായം എന്തിനാ കൊണ്ടുവന്നേ? കാൽക്കുത്താൻ എനിക്ക് കാൽക്കുത്താൻ ഞാനിപ്പോ നാട്ടിലല്ല ഗായ്സ്, ഞാൻ ജർമ്മനിയിൽ തന്നെ ഉണ്ട്. മോളെ ജർമ്മനിയിലേക്ക് കൂട്ടാൻ പോയ ടൈമിൽ നടത്തിയ ഇയർ പിയേഴ്സിംഗ് സെറമണിയുടെ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ലാസ്റ്റ് ഡേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോളുടെ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മോളുടെ കുപ്പായം എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ട്. മോളുടെ ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തതും സ്റ്റിച്ച് ചെയ്തതും എല്ലാം എൻ്റെ ഉമ്മാപ്പ തന്നെയാണ്. ഉമ്മാപ്പ ഡിസൈനറാണ്, കം സ്റ്റിച്ചിങ്ങും എല്ലാം ചെയ്യും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ ഈ ഒരു ഫംഗ്ഷൻ ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലായിരുന്നെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്ത് തീർക്കണമായിരുന്നു. ഡ്രസ്സിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഉമ്മാപ്പാടെ കയ്യിൽ നിന്ന് തന്നെ സജഷൻ എടുത്തിട്ടാണ് ഞാൻ മെറ്റീരിയലും എല്ലാം പോയി പർച്ചേസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും എൻ്റെ ഇഷ്ടം പോലെ തന്നെ ഉമ്മാപ്പ ആ കറക്റ്റ് ടൈമിന് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ഫംഗ്ഷൻസിനും ഞാൻ ഇതുപോലെ ആട്ടോ, ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് പോയിട്ട് ഞാൻ മുഹൂർത്തത്തിനായിരിക്കും ഉമ്മാപ്പാടെ അടുത്ത് പോയി ഓരോ കാര്യങ്ങൾ പറയുന്നത്. എൻ്റെ കുഞ്ഞിലേ തൊട്ടേ ഞാൻ അങ്ങനെയാണ്. എന്നെ ഇതിനു മുന്നേ പരിചയമുള്ളവർക്കറിയാം. ഞാൻ എൻ്റെ എല്ലാ ഫംഗ്ഷൻസിനും ഉമ്മാപ്പ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സസാണ് ഇടാറ്. അതും ഞാൻ എല്ലാ കാര്യങ്ങൾക്കും മുഹൂർത്തത്തിനായിരിക്കും ഉമ്മാപ്പാടുത്ത് ഓരോ കാര്യങ്ങൾ ചെന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഉമ്മാപ്പ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആ മനസ്സിൽ വിചാരിച്ച രീതിയിൽ തന്നെയായിരിക്കും ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തരുന്നത്. ഇതുപോലെ തന്നെ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്ന ഒരു ഡ്രസ്സായിരുന്നു മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫംഗ്ഷന് ഞാനൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സും ഉമ്മാപ്പ തന്നെ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തന്നതാണ്. ഈവൻ മെറ്റീരിയൽ സെലക്ഷൻ പോലും ഉമ്മാപ്പാടുത്ത് ഞാൻ വീഡിയോ കോൾ ചെയ്ത് ഉമ്മാപ്പായെ കാണിച്ചിട്ടൊക്കെയാണ് എടുക്കാറ്. ഞങ്ങളെല്ലാരും അങ്ങനെ തന്നെയാ കേട്ടോ. ഉമ്മാപ്പാടെ പ്രൈം ടൈമില് മുംബൈയിലൊക്കെ ആയിരുന്നു കേട്ടോ. അറിയാത്തവർക്കാണേ ഗൈസ്. ഇതുവരെ ഞാൻ അങ്ങനെ ഞങ്ങൾ ആരടുത്തും അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല. ഒരുപാട് പേർക്ക് അത് അറിയേയില്ല. ഉമ്മാപ്പ ഇതിനു മുന്നേ മുംബൈയിലായിരുന്നു. ഇതുപോലെ തന്നെ അവിടെ ഡിസൈനിങ്ങും കാര്യങ്ങളും എല്ലാം പഠിച്ച് അവിടുന്ന് നേരെ നാട്ടിലേക്ക് വന്നയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ ഏതൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഉമ്മാപ്പ നല്ല ബിസി ആയിരിക്കും. കാരണം എല്ലാവരുടെയും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ഉമ്മാപ്പ ആയിരിക്കും. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഉമ്മാപ്പായ്ക്ക് ഈ ഒരു ഫംഗ്ഷന് റെഡി ആവാൻ പറ്റുന്നതും വരെ. ഈവൻ ഉമ്മാപ്പായ്ക്ക് വരാൻ പറ്റാത്ത ഫംഗ്ഷൻസ് വരെ ഉണ്ട് ഇത്രയും ബിസി കാരണം. കാരണം ഞങ്ങളെ എല്ലാരെയും ഡ്രസ്സ് ഇട്ട് സുന്ദരിമാരാക്കണമല്ലോ. വീട്ടിൽ തന്നെ ബ്യൂട്ടീഷ്യൻ ഉള്ളതുകൊണ്ട് പുറത്തുനിന്ന് ആരെയും വിളിക്കേണ്ടി വന്നില്ല ഗൈസ്. എൻ്റെ ഉമ്മി ബ്യൂട്ടീഷ്യനാണ്. അപ്പൊ യെസുവിന്റെ ബാക്കി ഒരുക്കൽ പരിപാടികളൊക്കെ ഉമ്മി തന്നെയായിരുന്നു. ആളുടെ മുടി കുറവായതുകൊണ്ട് ഈ ഒരു നെറ്റിച്ചുട്ടി ഞങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ ഇച്ചിരി പാടുപെട്ടു. അപ്പൊ മോക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരുങ്ങുന്നതും ഇതുപോലൊക്കെയുള്ള ഡ്രസ്സസ് ഒക്കെ ഇട്ട് ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിരിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. മോളൊന്ന് അറിവ് വെച്ച് അവക്കൊരു അറിവായ ടൈം തൊട്ട് മോളൊരു ഗേളി നേച്ചറൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇതുപോലെ ഒരുങ്ങുന്നതൊക്കെ ഇഷ്ടമാണ്. എൻ്റെ കോസ്മെറ്റിക് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും അതൊക്കെ എടുത്തിട്ടൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പാടൊന്നും പെട്ടില്ല. ഐലൈനറൊക്കെ എഴുതാൻ അങ്ങനെ ഇരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. സൂചി മേടിച്ചു വെച്ചേക്കും മോളെ അവിടെ മൈലാഞ്ചി കോൺ. ഏത് സൂചി? സൂര്യ ഇനി ഇട്ട് കൊടുക്കാനാ? പെട്ടിയിരിപ്പുണ്ട്. വാ. ഇനിയിപ്പോഴുണ്ടോ ഉടുപ്പിനകത്തൊക്കെ ആയ നല്ല ബിബിയാ. ഇപ്പൊ കേട്ടത് ഞങ്ങളുടെ ഉമ്മി കുഞ്ഞിന്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എല്ലാരും കൂടെ ഉമ്മയെ ഓടിച്ചു. ലൈക്ക് ഡ്രസ്സസ് എല്ലാം ഇട്ട് റെഡി ആയി കഴിഞ്ഞിട്ടാണ് ഉമ്മി മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്. ഉമ്മി പറയാൻ കാര്യമുണ്ട്. നമ്മുടെ ഇപ്പം റെഡി ടു വെയർ കോൺ കിട്ടത്തില്ലേ, ആ ആ ഒരു കോണാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഉമ്മി പറഞ്ഞത്. കാരണം അതും കൂടെ ആവുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഭംഗിയാവുമല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊട്ടും പ്രീ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം ഇറങ്ങണമായിരുന്നു. വേറെ ഒന്നിനും ടൈം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഫാമിലിയിലെ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടായിരുന്നു യെസുവിന്റെ ഈ ഒരു ഫംഗ്ഷൻ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും താമസിച്ചു. ഞങ്ങളുടെ കുഞ്ഞുമ്മ ഒക്കെ ആലപ്പുഴയിൽ നിന്നായിരുന്നു ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ കുഞ്ഞുമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും തിരിച്ചു പോകേണ്ടതും ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക എല്ലാ മക്കൾക്കും ഉള്ള ഒരു പരാതിയായിരിക്കും കൊച്ചുമക്കളോടാണ് ഇപ്പൊ സ്നേഹം കൂടുതലെന്ന്. അത് തന്നെയാണ് ഗൈസ്, നമുക്ക് നേരത്തെ തന്നുകൊണ്ടിരുന്ന കരുതലും സ്നേഹവും ഒക്കെയാണ് അവരിപ്പോ കൊച്ചുമക്കൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ കുറച്ചു മുന്നേ നിങ്ങൾ കണ്ടത്. നമ്മുടെ പേരൻസിന് നമ്മളോടുള്ള കരുതലും
സ്നേഹം എന്ന് പറയുന്നത് അത് നമ്മൾ വിചാരിക്കുന്നതിലും ഒരുപാട് അപ്പുറത്തേക്കാണ് ഗൈസ്. ഇവർ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ്. എന്റെ കുഞ്ഞുമ്മാടെ മോളാണ് അവള്. എസാപ്പൂന്റെ മുത്തുമണി കിട്ടി. ഇതാണ് എന്റെ വാപ്പി, എസാപ്പൂന്റെ ഉപ്പച്ചി. എന്റെ മോളുടെ ലൈഫില് ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഫസ്റ്റ് പേഴ്സൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ വാപ്പയാണെന്ന് ഞങ്ങൾ പറയും. ഇതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിന്റെ റീസൺ ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഓൺ വോയിസ് ആയിട്ട് ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും. ഇതാണ് എന്റെ ഉമ്മാപ്പായും ഉമ്മച്ചിമായും. ഇപ്പോഴും 17ന്റെ നിറവിലാണ് രണ്ടുപേരും. മാഷാ അല്ലാ. നമ്മളുടെ പ്ലാനിൽ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നടക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? മോളുടെ ഇയർ പിയേഴ്സിംഗ് ദിവസം തന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും മോളുടെ ആ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഒരു കാര്യം. അവിടുന്ന് നേരെ മോളെ കാണിക്കാനായിട്ട് ഇക്കാടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇക്കാടെ ചേട്ടനും ചേട്ടത്തിയും. ഇക്കാക്ക് 2 പെങ്ങന്മാരും കൂടി ഉണ്ട്. ഇത് പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവരെ വീഡിയോ കോൾ ഒക്കെ ചെയ്ത് കാണിച്ച് ഉമ്മച്ചാനെയും കൂട്ടി ഞങ്ങൾ നേരെ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള സെക്യൂരിറ്റി ചേട്ടന്റെ അടുത്ത് കേസ് കരയത്തില്ല എന്ന് ബെറ്റ് വെക്കുന്നതാണ് ഇപ്പൊ കണ്ടത്. കായംകുളത്തുള്ള അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനായിരുന്നു മോൾക്ക് കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നത്. മോള് ജനിച്ച് കഴിഞ്ഞിടം തൊട്ടുള്ള എന്റെ ഒരു ആഗ്രഹമായിരുന്നു മോൾക്ക് കാത് കുത്തുന്ന ടൈമില് ഡയമണ്ട് ഇട്ട് കാത് കുത്തിക്കണം എന്നുള്ളത്. മാഷാ അല്ലാ, അള്ളാഹു താല എന്റെ ആഗ്രഹം പോലെ തന്നെ അത് സാധിച്ചു തന്നു. ടോപ്പിൽ വന്ന ശേഷം അബ്ബായ ജർമ്മനിയിലേക്ക് വീഡിയോ കോൾ ഒക്കെ ചെയ്ത് കാണിച്ചൊക്കെ കൊടുത്തിട്ടാണ് കാത് കുത്തിയത്. എന്നെക്കാൾ ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് എന്റെ വാപ്പയാണ്. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒന്നും കൂടെ പേടിയായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ തട്ടാനൊക്കെ ഉണ്ടായിരുന്നു മോളുടെ കാത് കുത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഗൺ സ്റ്റഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കമ്മൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരു 1 വീക്ക് വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ കമ്മൽ ഇട്ട് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. അപ്പൊ ഇതായിരുന്നു എന്റെ മോളുടെ കാതുകുത്തിന്റെ ഫുൾ വീഡിയോ. കണ്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉടനെ തന്നെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.